പോസ്റ്ററിൽ നായികമാരെ കാണിച്ചിരിക്കുന്ന ആൾക്കാർ അത് കണ്ട് കയറാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അതൊന്നുമല്ല സബ്ജക്റ്റ്. പോരാ പടം കോമഡി വർക്കൗട്ടായില്ല. എനിക്ക് വർക്കൗട്ടായില്ല, കോമഡി വർക്കൗട്ടായില്ല. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, രസമുള്ള പടമാണ്, കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇതിൻ്റെ നല്ല നല്ല അഭിനയമാണ്, കൊള്ളാം, ബോറടിക്കത്തില്ല, നല്ല കോമഡിയാണ്. കണ്ടിരിക്കാം. കോമഡി, ഫുൾ കോമഡിയാണ്. വിനീത് ശ്രീനിവാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടിരിക്കാം. നല്ല പടം. മെസ്സേജ് ഒന്നും അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഒരു ഇത് പെണ്ണ് കിട്ടാത്തതിൻ്റെ സംഭവമൊക്കെയാണ് കാണിക്കുന്നത്. നല്ല തമാശകളുള്ള കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ടോട്ടലി വർക്കായില്ല. ഫസ്റ്റ് ഹാഫിനകത്ത് കുറച്ച് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് നല്ല തമാശകളുണ്ടായിരുന്നു. കാര്യം ഒരു സ്ത്രീവിരുദ്ധത പറയുന്ന ഒരു മനുഷ്യൻ്റെ സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് തമാശ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ എത്താതെ അങ്ങനെ അങ്ങ് തീർന്നു പോയി. പേഴ്സണലി എനിക്ക് വർക്കായില്ല. പ്രത്യേകിച്ച് അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയാൻ മാത്രം തോന്നില്ല. നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നാലും ഒട്ടും എന്താ പറയുക, ഒരു സുഖം തോന്നില്ല. പേഴ്സണലി വർക്കായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സൂപ്പറായിട്ട് ഉള്ള സിനിമ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ടു എൻഡ് കോമഡി ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. നമുക്ക് ആസ്വദിച്ചതെന്ന് പറയുമ്പോൾ ഒരു വൾഗറായിട്ടുള്ള ഡബിൾ മീനിങ് അങ്ങനെയൊന്നും ഇല്ലാതെ സിറ്റുവേഷൻ കോമഡി ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ അല്ലാതെ വെബ് കോമഡി ഉണ്ട്. പിന്നെ അതിൻ്റെ വിഷയം തന്നെയാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ എമോൻ്റെ സിനിമ ഉണ്ടല്ലോ, പുള്ളി തുടക്കം മുതൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു സിനിമയും അങ്ങനെ മോശമായിട്ടുള്ള ഒരു സിനിമ ചെയ്തില്ല. ഇതും അതുപോലെ. പുള്ളി അധികം സിനിമ ചെയ്യുന്ന ആളല്ല, ചെയ്യുന്ന സിനിമകൾ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള, പക്ഷേ ഇത് ഒരുപാട് തമാശയുള്ള സിനിമയാണ്, നല്ല രസമുള്ള സിനിമയാണ്. എല്ലാവർക്കും കുടുംബസമേതം ധൈര്യമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. ഉണ്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ അങ്ങ് ചിരിപ്പിച്ചുകൊണ്ടിരിക്കും സിനിമ. നമ്മൾ തലയിൽ കൈവച്ച് ചിരിക്കും എന്നൊക്കെ പറയില്ല, അമ്മാതിരിയുള്ള സീനുകളൊക്കെ ഉണ്ട്. ജൻ പയ്യന്മാർക്കും കണക്റ്റ് ആവുന്ന സിനിമ തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മെസ്സേജ് നമ്മുടെ ഈ കല്യാണം ആലോചിക്കുമ്പം ഒരുപാട് കണ്ടീഷൻസൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് ഒരു തമാശ രൂപേണ കാണിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ്. വിനീതിൻ്റെ കുറേ നാളിന് ശേഷമാണ് ഈ ഒരു മുഴുനീള വേഷത്തിൽ കാണുന്നത്. വിനീത് അത് പൊളിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീതിൻ്റെ അച്ഛനമ്മ, പിന്നെ ഫാമിലിയിൽ അഭിനയിക്കുന്ന കുറേ പേര്, പൂജ മോഹൻ രാജ്, പിന്നെ അച്ഛനായിട്ട് മറ്റേ കുഞ്ചികൃഷ്ണൻ പുള്ളിയാണ്. അവരൊക്കെ ഒരുപാട് നമ്മളെ ഈ പഴയ നമ്മുടെ പ്രിയദർശൻ്റെ സിനിമകളൊക്കെ അല്ലേ, പഴയ സിനിമകൾ, അതിലേക്കുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കുറേ രസിപ്പിക്കുന്ന കുറേ രംഗങ്ങളുണ്ട്. നായികമാരും ഉണ്ട്. നായികമാർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാം. നിഖില, വിമൽ, പിന്നെ അങ്ങനെ കുറേ പേര്, അവരെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഗ്യാപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവർ വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട്. പിന്നെ ആ പോസ്റ്ററിൽ നായികമാരെ കാണിച്ചിരിക്കുന്ന ആൾക്കാർ അത് കണ്ട് കയറാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അതൊന്നുമല്ല സബ്ജക്റ്റ്. അതിൻ്റെ ഈ സിനിമയുടെ ആ സബ്ജക്റ്റാണ് എൻ്റെ ഹൈലൈറ്റ്. നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പാട്ടുകളും എല്ലാം നല്ല